കേരള ഹൈക്കോടതിക്ക് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ ഹാൻഡുണ്ട്. കാരണം ഇത് ഈ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ചുള്ള വിഗ്രഹങ്ങളൊക്കെ മൈനറാണെന്നാണ് നമ്മുടെ നിയമസംഹിതകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ആരംഭിച്ച കാലത്ത് പിടിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഈ 2024-25 ഇത് ആവർത്തിച്ചപ്പോൾ പിടിവീണു. മൊത്തം നടപടിക്രമങ്ങളൊക്കെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് മോഷണത്തിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് നേതൃത്വം കൊടുത്തത് ഒരു പുറമേയുള്ള അയ്യപ്പ ഭക്തൻ നടിച്ചു വന്ന ഒരാളാണെന്നും അതിൽ പങ്കാളികളായ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഇതിൽ തീരുമാനമെടുത്ത ബോർഡ്, അപ്പോൾ ഇവർക്കെല്ലാം അതിൽ ബന്ധമുണ്ടെന്നും മനസ്സിലാക്കി പോലീസ് പലപ്പോഴും അവർക്ക് തോന്നുന്ന രീതിയിൽ പോയിട്ട് സ്ഥാപനത്തിന് കുഴപ്പമുണ്ടാക്കുക, അയ്യപ്പന്മാർക്ക് തടസ്സം ഉണ്ടാകുക. ഇങ്ങനെ വന്നപ്പോഴാണ് കോടതി ഒരു ജില്ലാ ജഡ്ജി, സർവീസിലുള്ള ജില്ലാ ജഡ്ജിയെ അവിടെ ഈ കോർഡിനേറ്ററായിട്ടും സ്പെഷ്യൽ കമ്മീഷണറായിട്ടും അന്നത്തെ മേൽശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയോ ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കോടതിയാണ് ഇത് കണ്ടെത്തി തരുന്നത്. അവിടെയാണ് നമുക്ക് വളരെ സംശയാസ്പദമായ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഈ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സാധനം മേൽശാന്തിയുടെയും തന്ത്രിയും ഒക്കെ അവരുടെ അസിസ്റ്റൻറ്റുമാർക്ക് അവർ ദീർഘകാലം ഇത് ഇല്ലാതിരിക്കുക, ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അപ്രത്യക്ഷമാകുക, അത് കുറച്ച് അധികം ദിവസങ്ങൾ ബോർഡിനെയോ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണം തിരിച്ചു വരാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു അറിയിപ്പോ അങ്ങനെ ഒരു ഇൻഫർമേഷനോ ഇതിനകത്ത് ഉണ്ടായില്ല. അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മേൽശാന്തിയോ തന്ത്രിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം.